എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അരക്കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ ഇത് 125 ml കപ്പാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഒരുപാടായി പോരുത്. അപ്പോൾ പലഹാരത്തിനൊക്കെ ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തതല്ലേ, നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ വരണം. ഉപ്പ് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നനച്ചു കൊടുക്കാം. ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് സ്പൂണൊന്നും ഉപയോഗിക്കുന്നത് വേണ്ട, കൈ കൊണ്ട് തന്നെ വേണം നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കാം. തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ ചേർക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് പുട്ടിന്. ഇപ്പോൾ നമ്മൾ പുട്ടൊക്കെ നനയ്ക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഫ്രഷ് തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്ക് എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചാൽ പുട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടത് നനച്ചെടുക്കാം. ഒരുപാട് വെള്ളമായി പോകരുത്. ഇപ്പോൾ പുട്ടിനൊഴിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി ഓരോന്നും ഓരോ ടൈപ്പ് ആയിരിക്കും. ഇപ്പം എല്ലാ ഗോതമ്പ് പൊടിക്കും ഒരുപോലെ ആയിരിക്കത്തില്ല വെള്ളം ചേർക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് പുട്ടിനുള്ള നനച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ പിശത് പോലെ കിടക്കണമല്ലേ, ഇത് കിടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതിന് കാണാനൊരു വലിയ ഭംഗിയൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ കട്ടകൾ കിടക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സിയിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല പൗഡർ പോലെയാവും ഇത്. അപ്പോൾ ആദ്യമേ പുട്ടിങ്ങനെ, പണ്ടൊക്കെ ഇങ്ങനെയാണ് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഈ പുട്ട് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഉണ്ടോ? ഈ ഒരു ടെക്സ്ചറാണ് നമ്മൾ നനച്ചെടുത്തപ്പോഴത്തേക്ക്. ഇതൊന്ന് അടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പൗഡർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി, നനച്ച ഗോതമ്പ് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പൗഡർ പോലെ ആയിട്ടുണ്ട്. ആ വലിയ കട്ടകളൊക്കെ പൊട്ടി അപ്പോൾ നല്ല കുഞ്ഞി ഇതായിട്ട് നമ്മൾ അരിപ്പൊടി പോലെ തന്നെ ആയിട്ടുണ്ട് ഇത്. ഇതിപ്പോൾ നമുക്ക് കുറ്റിയിലേക്ക് നിറയ്ക്കാം. ഇത് കുറ്റിയിലേക്ക് നിറയ്ക്കാൻ നേരത്ത് നമുക്ക് തേങ്ങ വേണം. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ ഇടുക. അപ്പോൾ ചിലർക്കൊക്കെ തേങ്ങ ഒത്തിരി ഇടുന്ന ഇഷ്ടമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് കുറ്റിയിൽ അത്രയും തേങ്ങ നിറച്ചേക്കാം. കുറ്റിയിൽ ചില്ലിടുക ആദ്യമേ. ഇതിലേക്ക് ആദ്യമേ തേങ്ങ ഇടാം. പൊടി നിറയ്ക്കാം. പൊടി ഇട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെയാണ് പൊടി ചേർക്കേണ്ടതെന്ന്, പൊടി വേണ്ടതെന്ന് വെച്ചാൽ വലിയ പീസ് പുട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പൊടി എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുക. പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ അരക്കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് എനിക്ക് ഒരു കുറ്റി പുട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് ചെറിയ പുട്ടുകുറ്റിയാണ്, അതുകൊണ്ടാണ്. വലുതൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചധികം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ചും കൂടെ തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടപ്പുണ്ടെങ്കിൽ അടച്ചു വെക്കാം. ഞാൻ പുട്ടുകുടത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ചു.
വെള്ളം നല്ലതായിട്ട് വെട്ടി തിളക്കണം. വെട്ടി തിളച്ച ശേഷം മാത്രമേ ഈ കുറ്റി ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. അപ്പോൾ കുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടെ ആവി വരണം. അപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവി വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക. ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. കുറഞ്ഞ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് വെക്കുന്ന പുട്ടുകുറ്റിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. ഇങ്ങനത്തെ കുടത്തിൽ വെക്കുമ്പോൾ കുറച്ച് താമസമുണ്ട് ആകാനായിട്ട്. ഗോതമ്പൂട്ടിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറ്റി ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം. ഇതൊരു കോല് വെച്ചിട്ട് ഒന്ന് ഇതിന്ന് തള്ളിയെടുക്കാം. അപ്പോൾ ഗോതമ്പൂട്ട് റെഡി ആയിട്ടുണ്ട്. ഗോതമ്പൂട്ട് കൂടുതലും നമുക്ക് പഴത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പം വേറെ കറി വേണമെന്നുണ്ടെങ്കിൽ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പയർ കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഗോതമ്പൂട്ട് ഈ പഴവും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.